നമസ്കാരം. പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ശ്രീകല. 4 വേദങ്ങളും ഒട്ടനവധി ബൃഹത്തായ ഗ്രന്ഥങ്ങളും ലോകത്തിനു സമ്മാനിച്ച ചിരഞ്ജീവിയായ വേദവ്യാസ മഹർഷി, വിജ്ഞാനത്തിൻ്റെ മൂർത്തീഭാവം, അക്ഷരജ്ഞാനത്തിൻ്റെ വിശ്വശില്പി. ഇത്രയൊക്കെ വലിയ ബൃഹത്തായ രചനകൾ നടത്തിയെങ്കിലും സാധാരണ മനുഷ്യർക്ക് ഏകാഹമായി, അതായത് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയുന്ന ലളിതമായൊരു രചന വേണം എന്ന ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് ശ്രീമദ് നാരായണീയം. വേദവ്യാസൻ തൻ്റെ ആഗ്രഹം ബ്രഹ്മർഷികളോട് സങ്കടമായി പറയുകയും ചെയ്തു. മറുപടിയായി നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞുവത്രേ: അങ്ങ് ഭാർഗവദേശത്ത് നിളാനദിക്കരയിൽ നാരായണ ഭട്ടതിരിപ്പാട് എന്ന പേരിൽ പുനർജന്മമെടുക്കും. അങ്ങേക്ക് വാതരോഗവ്യാധി പിടിപെട്ട് വലയുമ്പോൾ ഒരു സിദ്ധൻ ഔഷധം ഉപദേശിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ വാതരോഗത്തിൽ അവശനായ ഭട്ടതിരിപ്പാടിനോട് മലയാള ഭാഷയുടെ പിതാവ് കൂടിയായ തുഞ്ചത്തെഴുത്തച്ഛൻ മത്സ്യം തൊട്ടുകൂട്ടൂ എന്ന ഒറ്റ വാക്കിലുള്ള ഔഷധോപദേശം നൽകി. കാര്യം മനസ്സിലായ ഭട്ടതിരിപ്പാട് ഗുരുവായൂരിലേക്ക് എത്തുകയും ഭഗവത് സന്നിധിയിൽ വച്ച് സാക്ഷാൽ ധന്വന്തരീമൂർത്തി കൂടിയായ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അക്ഷരജ്ഞാനത്തിൻ്റെ മഹാപ്രകാശം നിറഞ്ഞ ആ ഹൃദയത്തിൽ നിന്ന് കടമെടുത്ത വാക്കുകളാൽ ഒഴുകിത്തുടങ്ങി ആ പുണ്യ പ്രയാഗതീർത്ഥം ശ്രീമദ് നാരായണീയം. ക്ഷേത്ര വലിയമ്പലത്തിൻ്റെ ഇടതുവശത്തായി ഭട്ടതിരിപ്പാട് നാരായണീയം രചിച്ച പീഠം നമുക്ക് കാണാൻ കഴിയും. 100 ദിവസം കൊണ്ട് 1000-ലേറെ ശ്ലോകങ്ങൾ ഉള്ള 100 ദശകങ്ങൾ ചേർന്നതാണ് ആ ഭാഗവത സംക്ഷിപ്ത രൂപം. ഓരോ ദിവസവും ഓരോ ദശകങ്ങൾ എഴുതി ഭഗവാന് സമർപ്പിക്കുകയും 100-ാം ദിവസം കേശാദിപാദ വർണ്ണനയോടെ ശ്രീമദ് നാരായണീയം സമ്പൂർണമായി ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ പാൽപുഞ്ചിരിയോട് തൃക്കൈ രണ്ടും നീട്ടി സ്വീകരിച്ച ജ്ഞാനാമൃത നിവേദ്യമാണ് ശ്രീമദ് നാരായണീയം. അതോടെ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി മാറുകയും ഭഗവാൻ നേരിട്ട് ദർശനം കൊടുക്കുകയും ചെയ്തു അത്രേ. നാരായണീയത്തിൻ്റെ ഓരോ ദശകങ്ങളും അവസാനിക്കുന്നത് സകല രോഗവ്യാധികളിലും നിന്ന് മുക്തി തരേണമേ എന്ന പ്രാർത്ഥനയിലാണ്. എല്ലാവർക്കും സകല ദുരിതവ്യാധികൾക്കും ഔഷധമായി ഭഗവാന്റെ പാൽപുഞ്ചിരി പ്രസാദമായി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ ജ്ഞാനാമൃതധാരയിലേക്ക് ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര
തിരുവാകച്ചാത്തിന് കുളിച്ചൊരുങ്ങി നിന്റെ തിരുമേനി കണ്ടു തൊഴാൻ മനസ്സൊരുങ്ങി. തിരുവാകച്ചാത്തിന് കുളിച്ചൊരുങ്ങി നിന്റെ തിരുമേനി കണ്ടു തൊഴാൻ മനസ്സൊരുങ്ങി. കുളിരിലം മാരുതൻ അമ്പലമുറ്റത്ത് നാരായണീയം പാടി തൊഴുതു നിന്നു. കുളിരിലം മാരുതൻ അമ്പലമുറ്റത്ത് നാരായണീയം പാടി തൊഴുതു നിന്നു. ആദിമധ്യാന്തമായി ആഴിയിൽ വീജിയായി പൂവിൽ സുഗന്ധമായി നീ നിറഞ്ഞു. ആദിമധ്യാന്തമായി ആഴിയിൽ വീജിയായി പൂവിൽ സുഗന്ധമായി നീ നിറഞ്ഞു. വിളിക്കുന്ന മർത്യന്റെ ആത്മാവിൽ ആനന്ദ നേർവൃതി തേൻ ചൊരിഞ്ഞു. തിരുവാകച്ചാത്തിന് കുളിച്ചൊരുങ്ങി നിന്റെ തിരുമേനി കണ്ടു തൊഴാൻ മനസ്സൊരുങ്ങി. ഗോപവൃന്ദത്തിന്റെ അല്ലലൊഴിക്കാനായി ഗോവർദ്ധനഗിരി കയ്യിലെത്തി. ഗോപവൃന്ദത്തിന്റെ അല്ലലൊഴിക്കാനായി ഗോവർദ്ധനഗിരി കയ്യിലെത്തി. താളം പിഴയ്ക്കുമീ ജീവിത വീതിയിൽ ഓടക്കുഴലുമായി ഓടിവരൂ. താളം പിഴയ്ക്കുമീ ജീവിത വീതിയിൽ ഓടക്കുഴലുമായി ഓടിവരൂ. ഓടക്കുഴലുമായി ഓടിവരൂ. തിരുവാകച്ചാത്തിന് കുളിച്ചൊരുങ്ങി നിന്റെ തിരുമേനി കണ്ടു തൊഴാൻ മനസ്സൊരുങ്ങി. കുളിരിലം മാരുതൻ അമ്പലമുറ്റത്ത് നാരായണീയം പാടി തൊഴുതു നിന്നു. നാരായണീയം പാടി തൊഴുതു നിന്നു. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ ദർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഗന്ധഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്ന വിസുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്വാവാചാധിയാവാ ഭജതി ഭജനക്ഷുദ്രദൈവ സ്ഫുടേയം. ഏതേ താവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഠാപഹത്यै നിശേഷാത്മാനമേനം
ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛദ്വാക്യതച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഖഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. തസ്മാനോ നിഷ്കളസ്ത്വം സകല ഇതി വജത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോ വിനിഷ്കാരണം അജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാവികൽപ്പാധികാരേ. തസ്യാ സംശുദ്ധമംശം കമവിധമധിരോധായകം സത്വരൂപം. സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാ കുണ്ഠവൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീ കേളികാലം. ലാവണ്യസൈവസാരം സുഹൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീല നിരയനമൃതസ്യന്ത സന്തോഹമന്ദ. സിഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതകാരനാഥ. കഷ്ടാദേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിതമയാ നൈവ മധ്യാഭിജാനേ. नो चेत् जीवा कथं वा मधुरतरमिदं त्वद्वभूचित्रसाग्रम्. नेत्रैः सोत्रैश्च पीत्वा परमरससुधाम्भोधि पूरे रमेरन्. नम्राणां सन्निधत्ते सततमपि पुरस्तैरनभ्यर्थितानपि. अर्थान् कामानजस्रम् विदरसि परमानन्दसान्द्रां गतिं च. इत्थं निशेषनेभ्यो निरवधिकफलपारिजातो हरे त्वं. क्षुद्रं त्वं चक्रवाळी ध्रुवमभिलषति व्यक्तमतिव्रजोऽयं. कारुण्याथाममन्यं ददति खलु बले स्वात्मतस्त्वं विशेषात्. ऐश्वर्यादिशदेन्ये जगति परजने स्वात्मनोऽपीश्वरस्त्वं. तुल्योच्चैरारमन्दी प्रतिपदमधुरे चेतनास्फीतभाग्या. त्वं चात्मा रामयेवे त्यतुलगुणगणाधार शौर्ये नमस्ते. ऐश्वर्यं शङ्कराधीश्वर विनियमनं विश्वतेजो हराणां. तेजसंहारि वीर्यं विमलमपि यशो निःस्पृहैश्चोभगीरम्. अंगासंगा सदाश्रीर् अखिल विकसिनत्वाभिधे संगवाता. तद्वादागारवासिन् मुरहर भगवन् शब्दमुख्याश्रयोऽसि. नारायणाखिलगुरो भगवन् नमस्ते. सर्वत्र गोविन्द नाम संकीर्तनं. गोविन्द गोविन्द. ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ സുമതി ടീച്ചർക്കൊപ്പം ശ്രീമതി ഉഷ പ്രതാപൻ, ശ്രീമതി അജിത പ്രകാശൻ, ശ്രീമതി സുധാ മോഹനൻ, ശ്രീമതി ഗീത, ശ്രീമതി ഉഷ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.